പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രത്യാഘാതമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമാക്രമണം. ജെയ്ഷെ ക്യാമ്പിൽ ഇന്ത്യൻ സേന ബോംബിട്ട് തകർത്തു എന്ന വസ്തുത അവർ പുറം ലോകത്തെ അറിയിച്ചിട്ടില്ല. മറിച്ച് ലോകമാധ്യമങ്ങളെ മറ്റു സ്ഥലങ്ങൾ കാണിച്ചാണ് വ്യോമാക്രമണ സ്ഥലങ്ങളെന്ന് തെറ്റിദ്ധരിപ്പിച്ചത്. അതിനിടെ ഈ മദ്രസ തീവ്രവാദികളെ വളർത്തിയിരുന്ന ക്യാമ്പായിരുന്നെന്നും ഇവിടെ ആക്രമണ സമയത്ത് അനേകർ ഉണ്ടായിരുന്നുവെന്നുമാണ് വെളിപ്പെടുത്തലുകൾ വരുന്നത്. വലിയ ശബ്ദം കേട്ടാണ് പുലർച്ചെ താനും സഹപാഠികളും ഉണർന്നതെന്നാണ് വിദ്യാർത്ഥി തന്റെ ബന്ധുക്കളോട് പറഞ്ഞത്. ഇത് തൊട്ടടുത്ത് തന്നെയായിരുന്നുവെന്നും ശബ്ദം കേട്ട് ആദ്യം പേടിച്ചുണർന്നെങ്കിലും പിന്നീട് കുറെ നേരത്തേക്ക് നിശബ്ദമായതിനാൽ വീണ്ടും കിടന്നുറങ്ങി. ഒന്നുകിൽ എവിടെയെങ്കിലും ഭൂമി കുലുക്കം ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ തോന്നലായിരിക്കാം എന്നും വിദ്യാർത്ഥികൾ കരുതി. തൊട്ടു പിന്നാലെ മദ്രസയിൽ നിന്നും പാകിസ്ഥാൻ പട്ടാളം വിദ്യാർത്ഥികളെ മുഴുവൻ ഒഴിപ്പിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി. കുറച്ചു ദിവസം ഇവിടെ താമസിച്ചതിന് ശേഷം പിന്നീട് എല്ലാവരെയും അവരവരുടെ വീടുകളിലേക്ക് തിരികെ അയച്ചു. കൃത്യം ഏതു സമയത്താണ് വിദ്യാർത്ഥികളെ സൈന്യം നീക്കിയതെന്ന് ബന്ധുവിനറിയില്ല. അതേസമയം എവിടേക്കാണ് മാറ്റിയതെന്ന് വിവരം നൽകിയ ആൾക്ക് വ്യക്തമല്ല. ബലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ തലീം ഉൾ ഖുറാൻ എന്ന മദ്രസ തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന ക്യാമ്പാണെന്നാണ് വിലയിരുത്തൽ. ജബാഖുന്ന് എന്നറിയപ്പെടുന്ന ഉയർന്ന പ്രദേശത്താണ് മദ്രസ ഉൾപ്പെടെയുള്ള ഭീകരവാദി ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ സുരക്ഷ പരിശോധിക്കാൻ സൈന്യവും രംഗത്ത് വന്നിരുന്നു. ആക്രമണത്തിന് മുൻപ് ക്യാമ്പിൽ 300 മൊബൈൽ ഫോണുകൾ പ്രവർത്തനക്ഷമമായി ഉണ്ടായിരുന്നതായാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം സാങ്കേതിക നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. ഇങ്ങനെയാണ് ഭീകര കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം സംബന്ധിച്ച നിഗമനത്തിൽ എത്തിയത്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂവ പ്രവിശ്യയിലാണ് ആക്രമണം നടന്ന ബലാക്കോട്ട് ഭീകര താവളം. ആക്രമണ ലക്ഷ്യം വ്യോമസേന ഉറപ്പിച്ചതോടെ സാങ്കേതിക രഹസ്യാന്വേഷണ വിഭാഗമായ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ പ്രദേശത്ത് നിരീക്ഷണം ആരംഭിച്ചു. ഇതുവഴിയാണ് പ്രവർത്തിക്കുന്ന മൊബൈലുകളുടെ എണ്ണം ലഭിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരും ഇത് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ 26-നാണ് വ്യോമസേനയുടെ 12 മിറാഷ് 2000 വിമാനങ്ങൾ പാകിസ്ഥാൻ ജെയ്ഷ് ക്യാമ്പിലേക്ക് ആക്രമണം നടത്തിയത്. 1000 കിലോഗ്രാം സ്പേസ് 2000 ബോംബുകൾ ഭീകര ക്യാമ്പുകൾക്ക് മേൽ തീമഴ പെയ്യിച്ചു. മിറാഷ് 2000 വിമാനങ്ങളിൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഉണ്ടായിരുന്നെങ്കിലും ആകാശം മേഘാവൃതമായിരുന്ന സാഹചര്യത്തിൽ പുലർച്ചെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നില്ല. മിറാഷ് വിമാനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനൊപ്പമുണ്ടായിരുന്ന സുഖോയ് 13 MKI വിമാനങ്ങൾ ഘടിപ്പിച്ചിരുന്ന SAR സംവിധാനം ഇത്തരം സാഹചര്യങ്ങളിലും ചിത്രമെടുക്കാൻ കെൽപ്പുള്ളതാണ്. ഇവയിൽ ആക്രമണത്തിന്റെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന. പ്രതിദിനം ബലാക്കോട്ട് ക്യാമ്പിൽ 300 മുതൽ 500 വരെ ആളുകൾ വന്നുപോയിരുന്നതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 300-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാദം. ആക്രമണത്തിൽ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇതുവരെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഫെബ്രുവരി 26-നായിരുന്നു ബലാക്കോട്ടിലെ ജബാഖുന്നിന്മേൽ ഇന്ത്യൻ പട്ടാളം വ്യോമാക്രമണം നടത്തിയത്. എന്നാൽ ആക്രമണം നടന്ന പ്രദേശത്തെ തീവ്രവാദി ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നും പൈൻമരക്കാട്ടിലാണ് വ്യോമസേന ആക്രമണം നടത്തിയതെന്നുമായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞത്. എന്നാൽ ഈ റിപ്പോർട്ടുകളെ തള്ളുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.